ഞാൻ 2 എടുക്കണം കേട്ടോ. അത് ഞാൻ എടുക്കണം, 3 എടുക്കണം കേട്ടോ. പരിചയപ്പെടാം. അപ്പൊ എൻ്റെ പേര് അജിൻ, കളമശ്ശേരി എന്നാണ്. അങ്ങനെ രണ്ടാമത്തെ ദിവസം ഇറങ്ങുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. നമ്മൾ ഇന്നലെ താമസിച്ചത് മുടിപ്പാറയിലുള്ള ക്യാമ്പ് ലൈറ്റ്സ് എന്ന് പറഞ്ഞ റിസോർട്ടിലാണ്. അപ്പോൾ നമ്മളെല്ലാം പാക്ക് ചെയ്ത് നമ്മളിപ്പോൾ രണ്ടാമത്തെ ദിവസം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ദിവസത്തെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന വഴികളാണ്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ നമ്മളൊരാളിവിടെ സ്ലിപ്പായിട്ട് വീഴുന്നുണ്ടായിരുന്നു. അപ്പം ഇന്നിപ്പോൾ അത്ര മഴയില്ല, അപ്പം വലിയ കുഴപ്പമില്ലയെന്ന് വിചാരിക്കാം. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല കോടയുണ്ടായിരുന്നു. പൂപ്പാറ ഭാഗത്തേക്ക് ഇനിയിപ്പോൾ നല്ല ഇതേപോലെ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. നമ്മൾ പോകുന്ന വഴിയിൽ ഇന്നലെ നൈറ്റ് വീണ പോലെ ഒരാളൊന്നുകൂടെ സെയിം സ്പോട്ടിൽ വീണിട്ടുണ്ട്. സെയിം ആൾ തന്നെയാണ് ഇപ്പോഴും വീണിട്ടുള്ളത്. അപ്പം കുറച്ചൊരു വഴുക്കുള്ള ഏരിയയാണ്. അപ്പം കുറച്ചുകൂടി ഒന്ന് കെയർഫുള്ളായിട്ട് വേണം അതിലൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് കൂടുതൽ നമ്മൾ യാത്രകളാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇന്നലൊക്കെ നമ്മൾ കൂടുതൽ ഓഫ് റോഡാണ് പ്ലാൻ ചെയ്തതെങ്കിൽ ഇന്ന് കൂടുതൽ ലൊക്കേഷൻസ് കാണുക. അതുപോലെ നമ്മൾ മാമലക്കണ്ടം പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോഴത്തെ ടൈമില്ല നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ലേറ്റായി. അപ്പോൾ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളൊരു ഫോറസ്റ്റ് റൂട്ടിലൂടെ പൂപ്പാറയിലോട്ട് പോകാനാണ് ഇപ്പോൾ പ്ലാൻ ഉള്ളത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഉച്ചയായി. അപ്പോൾ ഇനി ഏതായാലും ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിലെത്തി. ഞങ്ങളിപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പം നമ്മൾ പോകുന്നത് പൂപ്പാറയിലേക്കാണ്. പക്ഷെ പോകുന്നത് മെയിൻ റൂട്ടല്ല. നമ്മൾ ആദ്യം ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ പോയിട്ട് പിന്നീട് മെയിൻ റോഡിലെത്തിയിട്ട് അവിടുന്ന് പൂപ്പാറയിലേക്ക് പോകാനാണ് പ്ലാൻ. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നല്ല മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റാണ്, ഫോട്ടോക്കായിട്ട് സെറ്റായിട്ടുള്ളത്. അപ്പോൾ അടിമാലി എത്തുന്നതിന് മുന്നേ നമ്മൾ ആ ഫോറസ്റ്റ് റൂട്ടിലോട്ട് കയറി. ഇപ്പോൾ ലെഫ്റ്റ് എടുത്ത വഴിയാണ് ആ ഫോറസ്റ്റ് റൂട്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം, അതായത് ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് ഈ റൂട്ടിൽ ട്രാവൽ ചെയ്യാനുണ്ട്. ഈ റോഡിലൂടെ പോയുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ കുറവാണ്. നമ്മൾ മെയിൻ റോഡിൽ പോകുന്നതിന് പകരം ഇതൊരു ഷോർട്ട് കട്ടാണ്. അതുമാത്രമല്ല ഹൈവേയിൽ ഇപ്പം വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലാകുമ്പോൾ നമുക്കൊന്ന് എൻജോയ് ചെയ്തിട്ട് അങ്ങ് പോകാം. നമുക്കപ്പോൾ റൂട്ട് കറക്റ്റ് അറിയാത്തതുകൊണ്ട് ഒരു ഗൈഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് കൊട്ടപ്പാറ ഹിൽ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ആ പോകുന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ ചിലപ്പോഴും അതുവഴി പിന്നെ പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സമയം പോലെ ഇരിക്കും. വേറെ റൂട്ട് എന്ന് പറയുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് വഴിയുള്ള റൂട്ടാണ്. അതാകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് അത് മൂന്നാർ ടൗണിലെത്താൻ പറ്റും.
നമ്മളിപ്പോൾ കുറച്ച് ദൂരം ഈ കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. അപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അടുത്തൊന്നും വീടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഏകദേശം ഒരു മിഡിൽ ഓഫ് ദ ഫോറസ്റ്റ് തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ വണ്ടിയൊക്കെ ഇവിടെ കുറവായതുകൊണ്ട് റൈഡ് ചെയ്യാൻ നല്ല കംഫർട്ട് ഉണ്ട്. വേറെ ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പം നേരെ മെയിൻ റോഡിലൂടെയാണ് പോകുന്നതെങ്കിൽ നല്ല രീതിയിൽ വർക്ക് അവിടെ നടക്കുന്നുണ്ടാവും, ചെളി ഉണ്ടാവും, ഒന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗ്ലൗ ഇട്ടുണ്ട്, ഗ്ലൗ താഴെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അപ്പോൾ ആളുടെ ഗ്ലൗ ഒന്ന് മിസ്സായി. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം കുറച്ചുകൂടെ നമുക്ക് പോകാനുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ മുന്നിൽ പോയിരുന്നവരൊക്കെ മിസ്സായി. ആർക്കും കറക്റ്റ് വഴി അറിയില്ല. എന്തായാലും നമുക്ക് ലെഫ്റ്റോ റൈറ്റോ അങ്ങോട്ട് തിരിയാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമുക്ക് നേരെ സ്ട്രൈറ്റ് പോകാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പോയപ്പോൾ എൻ്റെ മുന്നിലുണ്ടായിരുന്നത് ബാക്കിയുള്ള ആൾക്കാരോട് എനിക്ക് മിസ്സായി. അപ്പം എന്തായാലും നേരെ അങ്ങ് വെച്ച് പിടിക്കുക, അതേ ഉള്ളൂ. അങ്ങനെ ഷോർട്ട് കട്ട് റോഡ് കഴിഞ്ഞ് നമ്മളിപ്പം നേരെ മെയിൻ റോഡിലേക്ക് എത്തി. ഇനിയിപ്പം മൂന്നാറിലേക്ക് നമുക്ക് അധികം ദൂരമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൂന്നാറിലേക്കുള്ള റോഡ് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എന്തായാലും വെയിറ്റ് ചെയ്യണം ആ വർക്ക് ഒന്ന് കഴിയുന്നവരെ. അതിന് ശേഷം നമ്മളെ ബൈക്കൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു.
ഇവിടാണ് അപ്പോൾ ആ വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു വഴിയേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. ബൈക്കിനപ്പോൾ പോകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും ഇതുവഴി പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴും നല്ല കോട വന്നു. അപ്പോൾ അതിന് ശേഷം എൻ്റെ കൂടെ വന്നവരെനിക്ക് മിസ്സായി. അപ്പോൾ അവരിനി മുന്നിലുണ്ടോ അതോ പുറകിലുണ്ടോ അറിയില്ല. എന്തായാലും ഒരു ഊഹം വെച്ച് അങ്ങ് പോവുകയാണിപ്പോൾ. വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മൾ ഓഫ് റോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്കറിയാം നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ 360യിൽ നല്ല രീതിയിൽ വെള്ളം വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അത് ഇടയ്ക്ക് ഓഫ് ആവുന്നുണ്ട്, ഇടയ്ക്ക് ഓൺ ആവുന്നുണ്ട്. അപ്പോൾ ചില വിഷ്വൽസൊന്നും ഞാൻ വിചാരിച്ച പോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കൂടുതൽ വിഷ്വൽസ് ഞാൻ ഫോണിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, ഏകദേശം ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടോ അറിയില്ല, ചിലപ്പോൾ ബാറ്ററിയുടെ ഉള്ളിൽ വെള്ളം കയറിയിട്ടുണ്ടാവും, അതായിരിക്കാം. അങ്ങനെ ഞങ്ങൾ പൂപ്പാറയുടെ ആ സ്റ്റാർട്ടിങ് പോയിന്റിലെത്തി. നമ്മളിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ പൂപ്പാറയിലേക്കുള്ള റൈഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ പൂപ്പാറയുടെ ഏകദേശം ലാസ്റ്റ് എത്തിയപ്പോൾ നല്ല സ്ഥലം കണ്ടപ്പോൾ നമ്മളെല്ലാവരും ബൈക്കൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ ആ റൈഡ് നമ്മളിവിടെ ഇപ്പോൾ എൻഡ് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ നമ്മളെല്ലാവരും തിരിച്ച് കൊച്ചിയിലേക്ക് പോവുകയാണ്. അതിന് മുന്നേ ഒന്ന് ചായ ഒക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചായ നല്ല മഴ കുടിക്കണം. ഓക്കെ.